അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ ക്ഷമിച്ച് നോമ്പ് പിടിക്കുന്ന പഠിച്ചവന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ നോമ്പാണല്ലേ. നോമ്പ് സമയത്ത് ഞാൻ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്നാക്സിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സമൂസയുടെ ഒന്നും റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സമൂസയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇന്ന് സമൂസയും പഴംപൊരിയാണ് കേട്ടോ സ്നാക്കായിട്ടുള്ളത്. എന്തൊക്കെ ഫ്രൂട്ട്സും എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും ഒരു എണ്ണക്കടി അതില്ലെങ്കിൽ എങ്ങനെയല്ലേ, അതെന്തായാലും നമുക്ക് ചായക്ക് വേണം. പിന്നെ ഞാനിന്ന് ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂർ കോക്ടെയിലാണ്. അപ്പോൾ ആദ്യം അതിന് ക്യാരറ്റൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പായയും നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനതിൽ അധികം ഒന്നും നട്ട്സ് ചേർക്കുന്നില്ല, കാരണം ഇന്ന് എൻ്റെ മോനും നോമ്പാണ്. ഈ ഒരുപാട് നട്ട്സൊക്കെ ഇട്ടതൊക്കെ കടിക്കാൻ കിട്ടുന്നത് പുള്ളിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ എല്ലാം ഫ്രൈ ഒക്കെ ആക്കി ജ്യൂസൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഒരു കാത്തിരിപ്പാണല്ലേ ഡേറ്റ്സുമായിട്ട് ആ നോമ്പ് തുറക്കുന്ന ടൈമിന്. ഇവിടെ 6:37 കേട്ടോ ബാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. ഈ നോമ്പ് തുറന്നതിന് ശേഷം വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.